ഹായ് ഫ്രണ്ട്സ്, നാടൻ രുചികളുടെ വ്യത്യസ്തമായ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫുൾ കോഴി വാഴയിലയിൽ പൊള്ളിച്ചതാണ്. ചിക്കൻ ഒന്ന് നമുക്ക് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു പുതിയൊരു വെറൈറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ ഈ ചിക്കനെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ചിക്കനിലേക്കൊന്ന് പിടിപ്പിച്ച് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്താവുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ പുരട്ടി കൊടുക്കാം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. ഇനിയിപ്പം നമ്മൾ അവസാനം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മസാലകളെല്ലാം പൊള്ളിച്ച മസാലകളൊക്കെ അപ്പോഴാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ സ്റ്റീം ചെയ്യുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമുള്ളത് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിനെ ഒരു അപ്പച്ചമ്പിലിട്ട് പുഴുങ്ങിയെടുക്കുക ചെയ്യാൻ പോകുന്നത്, സ്റ്റീം ചെയ്തെടുക്കുക. ഈ ചിക്കൻ നമുക്കൊരു 15 മിനിറ്റ് സമയം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ കറുവാട ഇല ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് പച്ച ഇല ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള നമുക്ക് ചിക്കൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് ചിക്കൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള കറുവാട ഇല വെച്ച് കൊടുക്കാം. അത് ഫ്ലേവർ ഒരു മണം കിട്ടാൻ വേണ്ടിയാണ്. ചിക്കനെ മുഴുവൻ ഒരു സ്മെല്ല് ഇറങ്ങിപ്പോയി. ചിക്കൻ നമുക്ക് ഈ ആവി കയറിയിട്ടുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലപോലെ വെന്ത് വരുന്നത് വരെ ഒരു 15 മിനിറ്റ് സമയം നമുക്ക് അതേ വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കോഴി സ്റ്റീമായി തന്നെ നോക്കാം. ഓക്കെ, നമ്മുടെ ഉദ്ദേശിച്ച പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണയൊന്നും ചേർത്തല്ല, ഇപ്പോൾ അതിൻ്റെ അകത്തെ നെയ്യ് ഇറങ്ങിയേക്കുന്നതാണ്. അപ്പോൾ നല്ല കറുവാപ്പട്ടയുടെയൊക്കെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. കുരുമുളകിൻ്റെയൊക്കെ കൂടിയൊരു മണം വരുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ പൊള്ളിക്കാനുള്ള മസാല റെഡിയാക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു 4 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് കരിവേപ്പില. പൊള്ളിക്കാനുള്ള മസാലകളൊന്ന് പരിചയപ്പെടുത്താം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. മസാല റെഡിയാക്കാൻ വേണ്ടി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ മൂത്തിട്ടുണ്ട്. നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം, സവോള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട്. അപ്പോൾ നമുക്ക് 2 മുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കരിയാപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് അരച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പോവാം. നമ്മുടെ സവോളയും ഇഞ്ചി പേസ്റ്റും എല്ലാം കൂടെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഗരം മസാല ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, പെരിഞ്ജീരകം നമ്മൾ ചതച്ചിട്ടില്ല, ചതച്ചിട്ട ഇച്ചിരിയുടെ ഫ്ലേവർ കിട്ടും. പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു, പിന്നെ സ്വല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു. നമ്മളിപ്പോൾ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്തുള്ളൂ. ആദ്യം സവോളയ്ക്കകത്ത് കുറച്ച് പെട്ടെന്ന് വഴന്ന് വരാനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തായിരുന്നു. ഒരു 3 സ്പൂൺ
തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് നമ്മൾ തീ നിർത്തി വെക്കുവാണ്. തീ ഓൾറെഡി നിർത്തി. ഈ ഒരു ഗ്രേവി പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. ചെറിയൊരു ഗ്രേവി പോലെ നമുക്കിത് പുറമേ പുരട്ടിയെടുക്കാനായിട്ടുള്ളതാണ്. ചിക്കൻ്റെ പുറമേ തേച്ച് പിടിപ്പിക്കാനുള്ള സാധനമാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എടുക്കുക. അപ്പോൾ നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ പൊള്ളിക്കാനുള്ള പരിപാടി നോക്കാം. നമുക്ക് ആദ്യമേ ഒരു വലിയ ഇല അടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു വാഴയില വാട്ടിയത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല, കൈകൊണ്ടാണ് ചെയ്യുന്നത്. എന്നാന്ന് ചോദിച്ചാൽ അത് പരന്ന് വരണം നല്ലപോലെ. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുവാണ്. നമ്മുടെ ബാക്കിയുള്ള മസാലയൊക്കെ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മളിതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലപോലെ പൊതിഞ്ഞ് കൊടുക്കാം ചിക്കൻ. ചിക്കൻ തിരിച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറേ എല്ലാം കൂടെ വെച്ച് പൊതിഞ്ഞ് കൊടുക്കാം. വാഴയുടെ വള്ളിയാനായിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇനി പൊള്ളിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമേ കുറച്ച് സ്വല്പം എണ്ണ മതിയേ. കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. കറുവയുടെ ഇല രണ്ടെണ്ണമായിട്ടല്ലേ. നമ്മുടെ കിഴി വെച്ച് കൊടുക്കാൻ പോവാണ്. ചെറുതായിട്ടൊന്ന് മൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇലയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇലയൊക്കെ നല്ല ഏകദേശം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നമ്മുടെ കോഴി പൊള്ളിച്ചതിൻ്റെ പരുവം എന്നാ നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലേ. അതെ, നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വാഴയില പൊള്ളിയതിൻ്റെ ഇത് വെന്തോന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടാണ് വെച്ചത്. അതെ. നമുക്ക് ഈ വാഴയിലൊക്കെ മാറ്റിയേക്കാം. വാവ്, അടിപൊളി. നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലേ. അതെ, ചൂടാണ്, മാറ്റാൻ പറ്റില്ല. നമുക്ക് ഈ ഇല അങ്ങ് മാറ്റാം. അടിയിലെ ചെറിയൊരു ഗാർണിഷിങ് പരിപാടിയൊക്കെ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുതിനയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ ലിവിനെ? അതെ, ബാലു ഇതുകൊണ്ടാ നമ്മുടെ ഇലയുടെയൊക്കെ ഫ്ലേവറൊക്കെ ഇറങ്ങി കാണും. അവിടെ ഇരിക്കട്ടെ, ഷോ അല്ലേ. ഇല മണം നോക്കി, നല്ല കറുവാപ്പട്ടയുടെ മണം. ആ ഫ്ലേവർ തന്നെ ഇതുണ്ട്. അപ്പം എങ്ങനെയാണോ നോക്കിയാൽ ബാലുവേ, നല്ല മസാല കൂടെ കൂട്ടിയെടുക്കാം. അപ്പം
നമ്മുടെ ചിക്കൻ ഒന്ന് ടേസ്റ്റ് നോക്കാം. ഒരു രക്ഷയില്ല, സൂപ്പർ. അടിപൊളി സാധനം, അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.